നമ്മുടെ മുൻപിൽ സമയം കുറവാണ്. അങ്ങനെ ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ. ഒന്ന്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതസാഹിത്യങ്ങളിൽ മുൻകാലങ്ങളിലും ഇപ്പോഴും അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങളും പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഹിജ്റ കമ്മിറ്റി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസമുള്ളത്? അതിൽ പരസ്പരം യോജിക്കുന്ന സംഗതികൾ ആണോ ഉള്ളത്, അതല്ല പരസ്പരം യോജിക്കാൻ പറ്റാത്ത സംഗതികളാണോ ഉള്ളത്? ഞാൻ ഈ അല്പസമയം കൊണ്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മതസാഹിത്യങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ ഹിജ്റ കമ്മിറ്റിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ, അത് നമ്മൾ അറിയേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഖുർആൻ വിരുദ്ധം, മതവിരുദ്ധം, പ്രകൃതി വിരുദ്ധം എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ മാസാവസാനത്തിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഹിലാലിനെ നോക്കുക എന്നുള്ള സംഗതി. ഇത് ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കുകളും ആ ശൈലിയും ആവർത്തിച്ച് പറയുന്നു. മാസാവസാനത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നമ്മൾ നോക്കുന്ന ഈ കാര്യം അത് മതവിരുദ്ധമാണ്, പ്രകൃതി നിയമത്തിന് വിരുദ്ധാണ്, ലോകമണ്ടത്തരാണ്. അപ്പൊ അത് നമ്മുടെ പുസ്തകങ്ങളിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കണോ, അതേപോലെയുള്ള സംഗതികളാണ് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പരിശോധിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. വാസ്തവം പറഞ്ഞ ഒരുപാട് സംഗതികള് വായിക്കാൻ ഉണ്ട്. നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വായിക്കാനുണ്ട്. ഞാൻ ആദ്യം ഈ ഹിലാലുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ കോൺസെപ്റ്റിനെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഹിലാൽ എന്നുള്ളതിന് അറബി ഭാഷയിലെ പ്രാമാണിക നിഘണ്ടുക്കൾ എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നത് ഖാമൂസുൽ മുഹീത്ത്, സിഹാബ്, ലിസാനുൽ അറബ് പോലെയുള്ള പച്ചയായ അറബി നിഘണ്ടുക്കളാണ്. ആ നിഘണ്ടുക്കളിൽ ഹിലാലിനെ വിശദീകരിക്കുന്നത് മാസാരംഭത്തിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അല്ലെങ്കിൽ 1 മുതൽ 7 വരെയുള്ള ആദ്യത്തെ 7 ദിവസങ്ങളിലെയോ അല്ലെങ്കിൽ അവസാനത്തെ ദിവസത്തിലെ 3 ദിവസങ്ങളിലെയോ ക്രസന്റിനെയാണ് എന്നാണ്. ഒന്നിട്ടോ അത് ലിസാനുൽ അറബിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഖാമൂസുൽ മുഹീത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പറയുന്നത് ഹിലാൽ എന്ന് പറയുന്നത് ചന്ദ്രക്കല എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അത് 1-നെയും 2-നെയും 3-നെയും എല്ലാം പറയാവുന്ന വാക്കാണ് എന്നാണ് ഹിലാലിനെ സംബന്ധിച്ച് അതിൽ വിശദീകരിക്കുന്നത്. എന്നാൽ നമുക്കൊരു വിഷയം അല്ലാഹും റസൂലും പറഞ്ഞു തരുമ്പോ ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോ അതുകൊണ്ട് ഒരേ ഒരു സംഗതി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ എങ്കിൽ അതിന് മതിയായ തെളിവ് വേറെ തന്നെ ലഭിക്കണം. ഇപ്പൊ ഖുർആനില് കാഫിറുകൾ നരകത്തിലാണ് എന്ന് ഖുർആനും ഹദീസും മനസ്സിലാക്കി നമ്മൾ ഒരാൾ പറഞ്ഞു കാഫിറുകൾ നരകത്തിലാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഖുർആനിന്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ് വാസ്തവത്തിൽ നമ്മൾ നടത്തുന്നത്. ഖുർആന്റെ ഹദീസിലും
സാങ്കേതികമായി അത് വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതിനെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ഭാഷാർത്ഥത്തിലേക്ക് നമ്മൾ വരാണെങ്കിൽ കാഫിറുകൾ നരകത്തില് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുഫാറുകൾ നരകത്തില് എന്ന് പറയുമ്പോൾ കർഷകർ നരകത്തിലാണ് എന്നൊരാള് വേണമെങ്കിൽ വാദിക്കാം. കാരണം കാഫിർ എന്ന വാക്കിന് കർഷകൻ എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിൽ തന്നെ ഉണ്ട്. അപ്പൊ ഖുർആനിൽ ഈ കൃഷി ചെയ്തുണ്ടാക്കി അതിൽ നിന്ന് സസ്യലതാദികൾ വളർന്ന് കൃഷി ഉണ്ടാകുമ്പോൾ ഒരു കൃഷിക്കാരനെ വല്ലാതെ അത് അത്ഭുതപ്പെടുത്തും. അയാളുടെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാകും. അപ്പൊ ആ സന്തോഷത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അത് യഅ്ജബു അൽ കുഫാർ എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. പക്ഷെ അത് സാങ്കേതികമായിട്ട് ഉള്ള ഒരു പ്രയോഗമല്ല, അത് ഭാഷാർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. ഇപ്പൊ ഇവിടെ ഹിലാൽ എന്നത് അല്ലാഹുവിന്റെ റസൂല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏതർത്ഥത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്? റുഇയത്ത് എന്ന വാക്ക് റസൂൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏതർത്ഥത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പൊ അങ്ങനെ ഒരു തർക്കത്തിലേക്കായി നിൽക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ. ഇപ്പൊ ഇവിടെ നോക്ക് നിങ്ങള്, മാസപ്പിറവി നബിചര്യയിലും ശാസ്ത്രത്തിൽ. ഇപ്പൊ മാസപ്പിറവി എന്നുള്ള ഒരു വാക്ക് ഇവർ പ്രയോഗിച്ച എന്തിനാ ഈ മാസപ്പിറവി എന്നുള്ള വാക്ക് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്? ഒറ്റയടിക്ക് നിങ്ങൾ പറയും ഹിലാലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവരെ ഈ മാസപ്പിറവി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, ന്യൂമൂണും മാസപ്പിറവിയും. ഇപ്പൊ ഇവിടെ ന്യൂമൂണും മാസപ്പിറവിയും എന്ന് പറയും. മാസപ്പിറവിയും എന്ന് ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ. അപ്പൊ ന്യൂമൂൺ എന്ന് പറയുന്നത് മാസപ്പിറവി അല്ലാതെ വേറെ എന്തോ ആണെന്ന് ഈ ധാരണയിൽ വന്നില്ലേ? അഥവാ ഈ ഹെഡിങ്ങിൽ ഇദ്ദേഹം അങ്ങനെ ധരിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ന്യൂമൂണും മാസപ്പിറവിയും. പൊറോട്ടയും ഇറച്ചിയും എന്ന് പറയുമ്പോ പൊറോട്ട വേറെ ഇറച്ചി വേറെയാണെന്നാണ് എല്ലാവരും കേൾക്കാം. അല്ലാതെ പൊറോട്ടയും രണ്ടിനും ഒരേ അർത്ഥമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഇപ്പൊ ഇവിടെ അദ്ദേഹം ന്യൂമൂണും മാസപ്പിറവിയും എന്ന് പറയുന്നത് ന്യൂമൂൺ വേറെ മാസപ്പിറവി വേറെയാണെന്നാണ്. പക്ഷെ ഇത് രണ്ടും മുജാഹിദുകളുടേതാണ്. ഇത് പിരിഞ്ഞതിന് ശേഷം ഔദ്യോഗികം എന്ന പേരിൽ സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ മുജാഹിദ് വിഭാഗമാണിത്. ഇത് മടവൂർ വിഭാഗത്തിന്റെ മുജാഹിദ് വിഭാഗമാണ്. ഇനി ഞാൻ രണ്ടുപേരും ഇവരെ മാറ്റി നിർത്താൻ തൽക്കാലത്തേക്ക്. ഇവര് രണ്ടു കൂട്ടരും ഒന്നായിരുന്നല്ലോ. അതായത് പിളരുന്നതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ ഇവരെന്തു പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കണ്ടോ, ഇത് 989 മാസപ്പിറവി ഹെഡിങ് കണ്ടോ. ഇനി അങ്ങനത്തെ ഓരോന്ന് ഞാൻ കാണിച്ചു. 982 ഫറോക്ക് സമ്മേളനത്തിന് ഇറക്കിയ സോവനിയറിലെ ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ് ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് 82 ഹെഡിങ് നിങ്ങൾ നോക്ക്. മാസപ്പിറവി എന്നാണ് ഹെഡിങ്. ഇത് ഏറ്റവും ഒടുവിൽ നമ്മളുടെ നാട്ടിൽ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അറിയിപ്പ് ഞാൻ കാണിക്കുന്ന മാസപ്പിറവി അറിയിക്കണം ഹെഡിങ്. ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സമയമില്ലല്ലോ. കോഴിക്കോട് വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി റമദാൻ മാസപ്പിറവി കാണുവാൻ സാധ്യതയുള്ളതിനാൽ കാണുന്നവർ വിവരമറിയിക്കണമെന്ന് ഖാദിമാരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ എന്നിവർ അറിയിച്ചു. തീർത്തിട്ടില്ലാട്ടോ. കോഴിക്കോട് ജൂലൈ 19 വ്യാഴാഴ്ച മാസപ്പിറവി കണ്ടതായ വിവരം ലഭിച്ചവർ പിന്നെ നമ്പർ കൊടുത്തിട്ട് എന്നീ ഫോൺ നമ്പറുകളിൽ അറിയിക്കണമെന്ന് കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് മദീനി അറിയിച്ചു. കോഴിക്കോട് ജൂലൈ 20 വെള്ളിയാഴ്ച ഇവിടെ അറിയിക്കണം. 1/19 അറിയിക്കണം എന്നാ പറയുന്നത്. ഇവിടെ ഒരു പാർട്ടി ജൂലൈ 20 പറയുന്നത്. ഇനി ഇങ്ങനെ
ശഅബാൻ 29 നാളെ വെള്ളി റമദാൻ മാസപ്പിറവി കാണുന്നവർ അറിയിക്കണമെന്ന് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് കാദിമാരായ കാന്തവരായ എ പി അബൂബക്കർ. അപ്പൊ ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? മാസപ്പിറവി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? മാസപ്പിറവി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് മാസപ്പിറവി എന്ന് പറയുമ്പോ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മാസത്തിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കാണുന്ന ആ സാധനത്തിനെയാണ് മാസപ്പിറവി എന്ന് ഇവരുദ്ദേശിക്കുന്നതെന്നാണ് ഈ അറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എഴുതിയ ഈ ലേഖനങ്ങളുണ്ടല്ലോ, ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ നിങ്ങൾ വായിച്ചോളൂ. ഇത് മാസപ്പിറവിയാണ് കേട്ടോ ലേഖനം. ആ ലേഖനത്തിന് ഇതാ അത് എഴുതിയ ആളെ ഞാൻ വായിക്കാം. അത് അദ്ദേഹത്തിന്റെ പേരിവിടെ ബഹുമാന്യനായ അലിമണിപ്പാമ്പുഴ പരാമർശിച്ചു പോയി. PSMO കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന, തിരുരങ്ങാടിയിലെ PSMO കോളേജ് പ്രിൻസിപ്പളായിരുന്ന, ശാസ്ത്ര വിഭാഗത്തിന്റെ തലവനായിരുന്ന K. അഹമ്മദ് കുട്ടി സാഹിബാണ്. പ്രൊഫസർ K. അഹമ്മദ് കുട്ടി സാഹിബ് എഴുതിയ ലേഖനം 1982 കേട്ടോ. കേരളത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കണം. ഏതായാലും ഈ വിഷയങ്ങൾ അദ്ദേഹം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മണിപ്പാന്മാരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഇദ്ദേഹത്തിന്റെ മുമ്പ് ഇവിടെ കുറച്ച് മണിപ്പാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ മുങ്ങി നടക്കണം, അല്ലെങ്കിൽ അവരുടെ കുറെ ഫാൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഫാൻസുകൾ ഇപ്പൊ മുങ്ങി നടക്കണം, ഇദ്ദേഹത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുക. എനിക്ക് അതിലുള്ള മാനസികമായ അമർഷം ഞാൻ എന്റെ എല്ലാ വേദികളിലും ഞാൻ അറിയിക്കും. നോക്കിക്കോളൂ, ഇതിന്റെ ഹെഡിങ് കണ്ടോ? ഹെഡിങ്ങില് ഹിലാൽ ഉദയം, ഒരു ന്യൂമൂൺ സംഭവിക്കുന്നതോടെ പുതിയ മാസം പിറക്കുകയായി. ഒരു ന്യൂമൂൺ സംഭവിക്കുന്നതോടെ പുതിയ മാസം പിറക്കുകയായി. ഇദ്ദേഹം പറയണതിന്റെ മുമ്പ് 82 ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എഴുതി വിട്ടിട്ടുള്ളതാണ്. അഥവാ അക്കാലഘട്ടത്തിൽ അവർ പ്രചരിപ്പിച്ചത് ന്യൂമൂൺ തന്നെ മാസപ്പിറവിയാണെന്ന് അപ്പൊ മനസ്സിലായോ? ഇപ്പോ ഇവരൊക്കെ എന്ത് പറയാ? ന്യൂമൂണും മാസപ്പിറവിയും പൊറോട്ടയും ചപ്പാത്തിയും എന്ന് പറയണ മാതിരി എല്ലാം വേറെ വേറെയാണെന്നപ്പൊ പറയണത്. അത് ആ 2000 മുമ്പ് ആരാ ഇത് എഴുതിയത്? മുജാഹിദുകളാ. അപ്പൊ ഈ രണ്ടു കൂട്ടരും വാസ്തവത്തിൽ ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ മാസപ്പിറവി തന്നെയാണെന്ന് 2000 മുമ്പ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പോ ഒരു ചുവട് മാറിയിട്ട് ന്യൂമൂൺ അത് വേറെയാണെന്നാണ്. ശരി, ആസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് പറയുന്നത് ഒരു നിമിഷം സംഭവിക്കുന്ന ആ ഒരേ രേഖയിൽ സൂര്യനും ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വരുന്ന ഈ അവസ്ഥയാണ്, അഥവാ മറികടക്കുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ന്യൂമൂൺ എന്ന് പറയുന്നത്. പക്ഷെ ആ ന്യൂമൂണിനെ തന്നെ മാസം പിറക്കുന്നതായിട്ടാണ് മുൻകാലങ്ങളിൽ നമ്മുടെ സാഹിത്യങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ പരിചയപ്പെടുത്തുന്ന ഭാഗം കൂടി ഞാൻ വായിച്ചുതരാം. ദീർഘമായിട്ട് വായിക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് സമയമില്ല. ഒന്നിരണ്ടെണ്ണം ഞാൻ വായിച്ചുതരാം. ഒരു മാസപ്പിറവിക്ക് ശേഷം ആദ്യമായി കാണുന്ന ചന്ദ്രന്റെ പേരാണ് ഹിലാൽ. ഒരു മാസപ്പിറവിക്ക് ശേഷം പിന്നീട് കാണുന്ന ചന്ദ്രന്റെ പേരാണ് ഹിലാൽ. അപ്പൊ മാസപ്പിറവി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന സാധനമാണ് ഹിലാൽ എന്നാണ് അന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഇവര് ചുവട് മാറിയിരിക്കുക. ഖുർആന്റെ ഹദീസിന്റെ ഖുർആനും ഹദീസും ഒക്കെ വായിച്ചതിന് ശേഷം വാസ്തവത്തിൽ വാദപ്രതിവാദത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടാല് അത് കേൾക്കുമ്പോ നമുക്ക് വല്ലാതെ പുച്ഛം തോന്നണം. എന്താണ് ഈ മൗലവിമാർക്ക് സംഭവിച്ചത്? അതിവിടെ ഏറ്റവും ആദ്യം നമ്മുടെ പ്രസിഡന്റ് സാഹിബ് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഒരു ഈഗോ ആണ്, ഒരു ഈഗോ പ്രശ്നം.
ഇതിന്റെ ഇടയിലേക്ക് കയറി വന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇനി അതേപോലെ 2-3 കൂടി എനിക്ക് വായിച്ചു തരാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇന്ന് എനിക്ക് ആ പ്രധാനപ്പെട്ട സംഗതി മാത്രം ഒന്ന് സൂചിപ്പിക്കണം എന്നേ എനിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ടൈം, പരിമിതമായ ടൈമിനനുസരിച്ച് ഞാൻ പറയണമല്ലോ. ഇത് നോക്കി, ഇത് 990 മാസപ്പിറവിയെ സംബന്ധിച്ച് പറയാം. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരു നിരീക്ഷകന് സൂര്യനും ചന്ദ്രനും മാസത്തിലൊരിക്കൽ ഒരേ ദിശയിൽ വരുന്നത് കാണാം. ഈ അവസ്ഥയെയാണ് മാസപ്പിറവി, ന്യൂ മൂൺ, വാവ് എന്നൊക്കെ പറയുന്നത്. എപ്പം തന്നെയാണെന്നാ പറയുന്നത്. ഇപ്പൊ വേർതിരിച്ചിട്ട് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്. നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം. കൂടുതൽ വായിക്കുകയും പഠിക്കുകയും മൗലവിമാരോടും അതേപോലെ തന്നെ ചരിത്രം അറിയാവുന്ന ആളുകളോടും ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടോ ഇമെയിൽ അയച്ചിട്ടോ നിങ്ങൾ അന്വേഷിച്ച് പഠിക്കേണ്ട കാര്യം. 947 ബ്രിട്ടീഷുകാര് ഇന്ത്യ വിടുന്നതിന്റെ മുമ്പ് ഇന്ത്യയിലും പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതെല്ലാം കൂടി ഈ ഉപഭൂഖണ്ഡം ഒരുമിച്ചായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. ആ ഉപഭൂഖണ്ഡത്തിൽ പിന്നെ നോമ്പിന്റെയും പെരുന്നാളിന്റെയും വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്നത് ഒരു ചരിത്രമാണ്. അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മള് വേറെ വേറെ, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യ ഒക്കെ വേറെ വേറെ ആയതിനു ശേഷം ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടായി എന്നാണ് ഇപ്പോ നമ്മുടെ ലേഖനങ്ങൾ എഴുതുന്നത്. ഇസ്ലാമിക് ഗൈഡൻസിന്റെ ഒരു ഇതില് ഉത്തരേന്ത്യയിലെ മൗലാന ഷിഹാബുദ്ദീൻ നദ്വി എഴുതിയ ഒരു ലേഖനത്തിൽ അതേ കാര്യങ്ങൾ ചരിത്രം തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഈ കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 967 ലക്നോയിൽ നമ്മുടെ ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും സംയോജിപ്പിക്കുന്ന വിധത്തിൽ മൗലാന അബുൽ ഹസൻ നദ്വിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾ ഒരേ ദിവസം നോമ്പും പെരുന്നാളും ആഘോഷിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു എന്നാണ്. പിന്നീടാണ് എന്ത് ചെയ്തിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളും പരസ്പര ബന്ധമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ലേഖനത്തിലും സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യോജിപ്പുണ്ടായിരുന്നു. ആ യോജിപ്പ് ഏതോ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാം. ഇത് ഞാൻ ചരിത്രപരമായി തന്നെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. അല്ലാതെ വെറുതെ കുറെ ആയത്തുകളോ ഹദീസുകളോ മാത്രം വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പ് ഒരു ഹിസ്റ്ററി ഉണ്ട്, ശേഷം ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് മുമ്പിൽ വച്ചുകൊണ്ട് വേണം നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറയാൻ. ഇത് 965-ലേതാണിത്, 65-ലേതട്ടോ. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് 82 മുതലാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഇത് 965-ലേതാണ്. ഈ ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പേരിൽ CN അഹമ്മദ് മൗലവി ഇറക്കിയ പുസ്തകമുണ്ട്. ഇസ്ലാം ഒരു സമഗ്ര പഠനം എന്ന പേരിൽ ഇറക്കിയ പുസ്തകം. ആ പുസ്തകത്തിൽ 965 ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതാം, കേരളത്തിൽ ഇക്കൊല്ലം 3 ദിവസം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചതിൽ വല്ലവരും അഭിമാനം കൊള്ളുന്നുണ്ടോ? 965 ഇവിടെ ഗ്രൂപ്പിസം ഉണ്ട്. 965 ഒരു ചരിത്രം. അതിന്റെ മുമ്പ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല. അതിന്റെ മുമ്പ് 947 ഇവിടെ ഒന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കൈക്കാര്, കൊണ്ടോട്ടി കൈക്കാരും അതേപോലെ തന്നെ മലപ്പുറം കൈക്കാരും അല്ലെ പിന്നെ തലശ്ശേരി കൈക്കാരും ഒക്കെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഈ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹിലാൽ കമ്മിറ്റി ഉണ്ടായത് എന്നാണ് അവകാശവാദം. അങ്ങനെ അവകാശവാദം ഉണ്ട്. അതെന്തോ ആകട്ടെ പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ 65 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 65 അദ്ദേഹം ഈ ശാസ്ത്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് 965. അപ്പോ ഈ കാര്യം കേരളത്തിന് 2000-ന് ശേഷം വന്ന ഒരു പുത്തൻവാദമല്ല. അത് കല്ലുവച്ച നുണയാണ്, കല്ലുവച്ച നുണ. നമ്മുടെ മൗലവിമാരിപ്പോ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി പറയുന്നുണ്ടല്ലോ, അതേപോലെ വാദപ്രതിവാദ സ്റ്റേജുകളിൽ പറയുന്നുണ്ടല്ലോ, ഇത് ഈ ഇട വന്ന ഒരു പുത്തൻവാദാണെന്ന്. അല്ല, പുത്തൻവാദം. ഞാൻ ആ വാദത്തെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
അത് പുത്തൻവാദാണെന്ന് സമർത്ഥിക്കാൻ ഞാൻ വെല്ലുവിളിക്കും. അവരോട് ഞാൻ വെല്ലുവിളിക്കും. ഇതൊക്കെ ഞാൻ വ്യക്തിപരമായി മൗലവിമാരുമായി തർക്കിച്ച് നടക്കുന്ന കാര്യം. ഞാൻ മൗലവിമാര് മിണ്ടി കൊടുക്കുന്നില്ല. ആ നുണ ഇനി പറയൂന്ന് തോന്നല്ല. ഞാനുമായിട്ട് സമീപിച്ചിട്ടുള്ള ആ മൗലവിമാർ സ്റ്റേജിൽ കയറി ഇനി ഇദ്ദേഹത്തെ ജൂതെന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നല്ല. ഞാൻ മുമ്പിലുണ്ടെങ്കിൽ വിളിക്കുമെന്ന് തോന്നല്ല. ഞാൻ നേരിട്ടിട്ടുള്ള മൗലവിമാര്. കാരണം ഞാൻ അവരോട് ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഈ അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജൂതനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ പറയും. അപ്പൊ അദ്ദേഹത്തിന് ജൂതൻ നിങ്ങൾ ഇപ്പോഴേ ഇനി വിളിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുക. അപ്പൊ നോക്ക്, അതിൽ അദ്ദേഹം പറയാം എന്താണ് അതിന്റെ അർത്ഥം. ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടണം, എന്നാൽ നോമ്പ് നോൽക്കാമെന്നല്ലേ. വാസ്തവത്തിൽ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒന്നോ രണ്ടോ ആൾ വന്ന് പറയുമ്പോൾ അവിടെ കണ്ണിന് അമളി പറ്റാൻ സാധ്യതയില്ല. ഇതൊക്കെ 965 ഞാൻ അത്ഭുതം വിചാരിക്കാം. ഞാൻ 64 ജനിച്ച ആളാണ്. 64 അവസാനം വർഷാവസാനത്തിൽ ജനിച്ച ആളാണ്. ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഏതായാലും എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പിൽക്കാലഘട്ടത്തിൽ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. 90കളിൽ നമ്മുടെ അലി മണിഖാന്റെ പുസ്തകം ലേഖനങ്ങള് സൽസബീലിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് ബൾബ് കത്തിയിട്ടില്ല. ശരിക്കും അത് വിഷയം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഉമർ മൗലവി, അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ഉമർ മൗലവിയെ കേരളത്തിലെ മുജാഹിദുകൾക്കും അറിയാം, സുന്നികൾക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അറിയാം. മുജാഹിദുകൾക്ക് അദ്ദേഹം കണ്ണിലെ കരടാണ്. മുജാഹിദുകൾക്ക് ഞാൻ തറപ്പിച്ച് പറയാം, മുജാഹിദുകൾക്ക് അദ്ദേഹം കണ്ണിലെ കരടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അദ്ദേഹം കണ്ണിലെ കരടായിരുന്നു. സുന്നികൾക്ക് പറയണ്ടായിരുന്നു, അദ്ദേഹം ദജ്ജാലായിരുന്നു സുന്നികൾക്ക്. എന്നിട്ട് ആ ബഹുമാന്യനായ അദ്ദേഹം സൽസബീലില് ഇദ്ദേഹത്തിന്റെ ലേഖനം എഴുതി. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നയം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നയം, അതിൽ അദ്ദേഹം ആര് അദ്ദേഹത്തെ എതിർത്ത് ലേഖനം എഴുതിയാലും അതേപോലെ തന്നെ തെറി പറഞ്ഞ് ലേഖനം എഴുതിയാലും അദ്ദേഹം അതിൽ പ്രസിദ്ധീകരിക്കുകയും ഖണ്ഡിക്കേണ്ടതുണ്ടെങ്കിൽ ഇസ്ലാമിക മര്യാദ പ്രകാരം ഖണ്ഡിക്കുകയും തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടാൽ തെറ്റ് തിരുത്തി അദ്ദേഹം അതിൽ തന്നെ മേലാൽ എന്നിൽ തെറ്റ് വന്നാൽ ഇതേപോലെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പറയുകയും ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ലേഖനത്തിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇന്ന് മുജാഹിദുകൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ആ കാര്യം ഇവിടെ എടുത്തു പറയാം. ഇനി ഇത് നോക്കി, 989 ഒക്ടോബറിൽ അല്ല നോക്ക്, ഹെഡിങ് നിങ്ങളെല്ലാവരും കണ്ടോ? റംസാൻ മാസപ്പിറവി, ശവ്വാൽ മാസപ്പിറവി, മുഹറം മാസപ്പിറവി, കേരളത്തിലെ ചന്ദ്ര മാസ ആരംഭം. ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാം. ഇന്നിപ്പോ നേരത്തെ പ്രഖ്യാപിക്കാൻ ഇവർക്ക് പ്രശ്നം പറക്കാണല്ലോ, ഇവർക്ക് മുട്ടുകാല് പറക്കല്ലേ. ഇന്ന് നേരത്തെ പ്രഖ്യാപിക്കാം, മാസം നേരത്തെ പ്രഖ്യാപിക്കാൻ ഈ കേരളത്തിലെ നവോത്ഥാനം, എല്ലാ നവോത്ഥാനത്തിനും ചുക്കാൻ പിടിച്ച ഈ മനുഷ്യന്മാരെ, ഈ പണ്ഡിതന്മാർക്കും ഈ നേതൃത്വത്തെ പിന്തുണക്കുന്ന ആളുകൾക്കും ഇപ്പോ പിറവി നേരത്തെ ഒന്ന് പറയാൻ ഭയങ്കര പേടിയാണല്ലോ. കാരണം 1998 ശേഷം 2000-ന്റെ ആ കാലയളവിൽ ഇവിടെ ഐക്യവേദി ഉണ്ടായി. ഐക്യവേദിയിൽ എല്ലാവരും പോയി അങ്ങോട്ട് ഒപ്പുവെച്ചതിന് ശേഷം ഇപ്പൊ കാലിയാക്കന്മാർക്കാണ് പ്രധാന സ്ഥാനം. അവർക്കെതിരായിട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ പ്രഖ്യാപിക്കില്ല, അങ്ങനെ കരാറിലെത്തിപ്പോയി. പക്ഷെ അങ്ങനെ നേരത്തെ തന്നെ മാസപ്പിറവി അക്കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചതാ ഞാൻ പറയുന്നു. ഇപ്പൊ അലി മണിക്കാനോ അല്ലെങ്കിൽ ഹിജ്റ കലണ്ടറോ നേരത്തെ തന്നെ പറയാം, ചൊവ്വാഴ്ച ആയിരിക്കും പെരുന്നാൾ, അല്ലെങ്കിൽ ഇത്രാം തീയതി റമദാൻ 1 ഇത്രാം തീയതി ആയിരിക്കും, ചൊവ്വാഴ്ച ആയിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? എന്തോ ഒരു മണ്ടത്തര, നിങ്ങളത് പ്രഖ്യാപിച്ച കാരണമുണ്ടോ മറ്റൊരു സ്വീകരിക്കാത്തതെന്ന്. ആരാത് പറയണത്? കേരളത്തിലെ ഖുർആനും ഹദീസും അറിയാവുന്നവരാ. അവർക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? മുഹമ്മദ് നബി വന്നത് കാരണം കൊണ്ടാണ് അബൂജഹൽ നരകത്തിന് പോയതെന്ന്. ഈ മുഹമ്മദ് നബി വരാതെ ഇരുന്നാണെങ്കിൽ അബൂജഹൽ നരകത്തിന് പോകില്ലായിരുന്നു. അത് പറഞ്ഞ് നടന്നൂടെ? വേണമെങ്കിൽ അതിന് തെളിവ് പറഞ്ഞൂടെ? എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. സത്യം ഒരാൾക്ക് പറയാൻ പാടില്ലാന്നോ? അത് നേരത്തെ പറഞ്ഞാൽ, അത് പറഞ്ഞതിന്റെ പേരിൽ വാശിയെടുത്തിട്ട് വേറെ ഒരാളുകൾ മാറിയിരുന്നാൽ അള്ളാഹ് ആ വാശിക്കാരെയാണോ അനുകൂലിക്കേണ്ടത്?
സത്യം പറഞ്ഞോനെ അനുഗ്രഹിക്കേണ്ടത്? എന്തൊരു അസംബന്ധമാണ് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നത്. നോക്കി കേട്ടോ, ഇനി ഇതിന്റെ സ്ഥിതി കാണിക്കും. മാർച്ച് 26, 27 അർദ്ധരാത്രി കഴിഞ്ഞ് 1/18 റമദാൻ മാസപ്പിറവി. പണ്ട് കാലത്തെ എഴുതി വെച്ചിരിക്കുന്ന 989 നോക്ക്, റമദാൻ രാത്രി 1/18 റംസാൻ മാസപ്പിറവി. ഇനി ശവ്വാൽ മാസപ്പിറവിയോ ഏപ്രിൽ 25 രാവിലെ 9:57 ശവ്വാൽ മാസപ്പിറവി. രാവിലെ 9:57 ശവ്വാൽ മാസപ്പിറവി. മുജാഹിദുകൾ എഴുതിയതാ, പണ്ട് എഴുതിയതാ. അതുകൊണ്ട് ഇവര് ഇത് പിരിയണേനും ഇത് പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കും വേണം വരണം, ഞങ്ങൾക്കും വേണം ഒരു പുസ്തകം, നമ്മളും എഴുതിയെന്ന് വരുത്തണം എന്നൊക്കെ പറഞ്ഞ് കുറെ പുസ്തകം എഴുതിയതാ. ശരിയാണ്, 10-250 പേജൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പിരിയണേന് മുമ്പ് നിങ്ങൾ ഒന്നായിരുന്നല്ലോ. അപ്പൊ ആ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ എഴുതിയതാണ്. രാത്രി 1:30 മാസപ്പിറവി, ഉച്ചക്ക് 10 മണിക്ക് മാസപ്പിറവി. ഇനി നോക്കി ദുൽഹജ്ജിന്റെ മാസപ്പിറവി കേട്ടോ. ജൂൺ 22, 23 അർദ്ധരാത്രി കഴിഞ്ഞ് 12:25 ദുൽഹജ്ജിന്റെ മാസപ്പിറവി. മുഹറം മാസപ്പിറവി കേട്ടോ. ജൂലൈ 22 രാവിലെ 8:24 മുഹറം മാസപ്പിറവി. ഇപ്പൊ ഈ മാസപ്പിറവിയൊക്കെ ഇതൊക്കെ എവിടുന്ന് വന്നു? ഇതിന് പറയണ മാസപ്പിറവിയുണ്ടല്ലോ. അന്ന് ഒരു ഹിലാൽ എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ പറഞ്ഞിട്ടില്ലേ? റസൂൽ ഹിലാൽ എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ വാക്കൊക്കെ എവിടെ പോയി? ഇതൊക്കെ എഴുതിയ നേരത്ത് ആ വാക്കൊക്കെ എവിടെ പോയി? ഇതിലൊരു മാസപ്പിറവി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ഹിലാലാണോ? നിങ്ങളിപ്പോ തർക്കിക്കാൻ വേണ്ടിയിട്ട് മണിക്കാന്റെ നെഞ്ചത്തേക്ക് കയറുണ്ടല്ലോ. മണിക്കാരോട് ചോദിക്കണ്ടല്ലോ ഹദീസ് ഉദ്ധരിക്കണോ, അല്ലെങ്കിൽ ഡിക്ഷണറി ഉദ്ധരിക്കണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഉദ്ധരിക്കണില്ല, ഒന്നും ഉദ്ധരിക്കണില്ല. ഇനി ഖുർആനും ഹദീസും ഉദ്ധരിക്കുന്ന പരിപാടിയില്ല തൽക്കാലത്തേക്ക്. ഇനി നേരിടുന്നത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം കൊണ്ട് നേരിടാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ആയത്തോ ഹദീസ് ഒന്നും പറയണില്ല. ആയത്തോ ഹദീസൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളെ ജൂതന്മാരാക്കിയില്ലേ? ഇത് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ ജൂതന്മാരാക്കിയില്ലേ? അതുകൊണ്ട് ആ ജൂതായുസൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ. അതിന് സമാനം പറയണം, അതിന് ശേഷം ബാക്കി. അപ്പോഴൊക്കെ ഈ ആയത്തുകളൊക്കെ എവിടെയായിരുന്നു? അതാണ് നിങ്ങളിത് നന്നായിട്ട് വിഷയം പഠിക്കണം എന്ന് പറയുന്നത്. അതാ മൗലവിമാര് നിങ്ങളെ ആയത്തുകളുടെ, ഹദീസുകളുടെ, തഫ്സീറുകളുടെ, ഇബ്നു അബ്ബാസിന്റെ, അവരുടെ ഇവരുടെ ഫഹ്മു സഹാബയൊക്കെ പറഞ്ഞ് നിങ്ങൾ ബോധം കെടുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ബോധം കെടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് നോക്കൂ, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടേതാ. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി സാഹിബിന്റെ തഫ്ഹീമുൽ ഖുർആന്റെ പരിഭാഷ. തഫ്ഹീമുൽ ഖുർആന്റെ പരിഭാഷ കേരളത്തിൽ കുറച്ച് വൈകിയാണ് വന്നിട്ടുള്ളത്. ആകട്ടെ, അതിൽ എഴുതിയിട്ടുള്ളത് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 189 ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് മൗദൂദി സാഹിബ് പറയാം, ഈ ചന്ദ്രൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഒരു പഞ്ചാംഗമാണ്. ഈ ചന്ദ്രനെ പ്രകൃതിയുടെ നേച്ചേഴ്സ് കലണ്ടർ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിലുള്ളത്. പ്രകൃതിയുടെ കലണ്ടറാണ് എന്ന് പറയുന്നു. എന്നിട്ട് ആ കലണ്ടർ എന്താ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്? ആകാശത്തിൽ അത് ഉദിച്ചുയർന്നുകൊണ്ട് ഭൂമുഖത്തുള്ള സകല ജനങ്ങൾക്കും അവരുടെ തീയതികളുടെ കണക്കറിയിച്ചു കൊടുക്കുന്നു. അപ്പൊ ചന്ദ്രനെ കൊണ്ട് തീയതികളുടെ കണക്കറിയാമെന്ന് പറഞ്ഞത് ഈ മനുഷ്യനല്ല. ഈ മനുഷ്യൻ വൈകി വന്ന് ഈ വിഷയം ഉണർത്തിയ ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തിന് മുമ്പ് ഇവിടെ ഉള്ള മതപണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഇത് നമ്മുടെ നെറ്റുകളിലും അതേപോലെ തന്നെ നമ്മളുടെ തന്നെ അലമാരകളിലും ഒക്കെ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ചോദിക്കുമ്പോ ഖുർആനും ഹദീസും അല്ല ചോദിക്കേണ്ടത്. ഈ എഴുതിയ കോട്ടിങ്സിനെ സംബന്ധിച്ച് മതിയായ ഒരു ഉത്തരം പറയാതെ ഇനി ഈ ബഹുമാന്യനായ മനുഷ്യനെതിരില് ജൂതെന്ന് പോയിട്ട് ജൂന്ന് പോലും മുണ്ടാൻ അനുവദിക്കരുത്. കേരളത്തിൽ എന്തു നുണയും പറയാമെന്നാണോ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മളത് പഠിക്കാൻ തുടങ്ങിയത്. ഇനി നോക്ക്, അപ്പൊ തീയതികളുടെ കണക്ക് ചന്ദ്രൻ അറിയിച്ചു തരും. ഈ ആയത്തേതാ? അഹില്ലത്ത് ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ വിഷയം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്ക്, ഞാൻ അശംസു അൽ ഖമറു ബി ഹുസ്ബാൻ, ഈ ആയത്ത്
ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് അമാനി മൗലവിയും അതേപോലെയുള്ള മൗലവിമാരും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് എനിക്കൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ വേഗം പറഞ്ഞു പോവാം. ഇനി എനിക്ക് ഒട്ടും സമയമില്ല. ഓടിച്ചോനെ കുറെ സംഗതികളുണ്ട് ഇതില് എനിക്ക് അറിയിക്കാൻ. ഓടിച്ചോൻ ഇന്നത്തെ എന്റെ കുറച്ച് സമയം പോയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് ഇത് വിശദമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഞാനതില് നോക്കിക്കോട്ടോ. മാസപ്പിറവ് കണക്കും കാഴ്ചയും 97 അത് യുവത പ്രസിദ്ധീകരിച്ച, ഇതും യുവത പ്രസിദ്ധീകരിച്ചാണ് കേട്ടോ. ഇത് 2008 പ്രസിദ്ധീകരിച്ച, 2008 പ്രസിദ്ധീകരിച്ച, മറ്റേത് 2005 പ്രസിദ്ധീകരിച്ചാണ്. ഇത് 97 യുവത തന്നെ പ്രസിദ്ധീകരിച്ചാണ്. ഹലോ, പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറയാം. ചന്ദ്രൻ സൂര്യനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റഫറി സ്റ്റോപ്പ് വാച്ചിൽ കുറിക്കും. ഈ സമയത്ത് ചന്ദ്രനെയും സൂര്യനെയും ഒരു ദിശയിലായിരിക്കും റഫറി കാണുന്നത്. ഈ അവസ്ഥയെ അല്ലെങ്കിൽ ഈ സമയത്തെ ന്യൂമോൺ, മാസപ്പിറവി, അമാവാസി, വാവ് എന്നൊക്കെ പറയും. എല്ലാം ഒന്ന് തന്നെയാണെന്ന് അർത്ഥം ഈ പറയുന്നത്. അപ്പൊ അത് നമ്മുടെ നാട്ടിലെ, അപ്പൊ ഇനി എന്തിനാണ് ഈ തർക്കം എന്നുള്ളതെന്ന് അറിയണമല്ലോ. ഇവിടെ നമ്മുടെ അമാനി മൗലവിയുടെ പരിഭാഷയില് അമാനി മൗലവി പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങള് നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം വേറൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കണം. അമാനി മൗലവി പറഞ്ഞു കേട്ടോ. അമാനി മൗലവി 696 അനാം സൂറത്ത് അതിലെ 96ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, നാഴിക വിനാഴികകൾ, ദിവസ മാസ സംവത്സരങ്ങൾ എന്നിങ്ങനെ സമയം കണക്കാക്കുവാൻ ഉതകുമാറ് ആസൂത്രിതമായ നിലയിൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ നിയന്ത്രിച്ചു പോരുന്നത്. അതായത് അള്ളാന്റെ അനുഗ്രഹം പറഞ്ഞ കൂട്ടത്തിൽ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും പറഞ്ഞിട്ടുള്ള ഒരായത്താണ്. വൽ ഖമറ വശംസ വൽ ഖമറ ഹുസ്ബാന എന്നാണ് ആയത്ത്. ഫാലിഖുൽ ഇസ്ബാഹി വജഅലൽ ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അതായത് അത് സൂര്യനും ചന്ദ്രനും ഹുസ്ബാനാണ്, അഥവാ കണക്കാണ്, അല്ലെങ്കിൽ കണക്കിന് ആധാരമാണ് എന്നത് വിശദീകരിച്ച. അപ്പൊ നാഴിക, വിനാഴിക, ദിവസം, മാസം, വർഷം ഇതൊക്കെ ഇതിൽ നോക്കി കണക്ക് തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ കണക്ക് തീരുമാനിക്കുമ്പോ ഓരോരുത്തരും ഓരോ കണക്കങ്ങ് തീരുമാനിച്ചാൽ അള്ളാഹ് പറയുന്നതിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? ആ ഐക്യം അതോടുകൂടി പോയില്ലേ. അതായത് ആകാശത്ത് കാണുന്ന ചന്ദ്രൻ ലോക ജനതക്ക് ഒരു കലണ്ടറാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ലോക ജനതക്ക് ഇപ്പോഴും കലണ്ടർ തന്നെയല്ലേ? അതപ്പോ അവർ ചോദിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ കലണ്ടർ ഉണ്ടാക്കും, അപ്പൊ അത് പറഞ്ഞു ശരിയാണ്, നമുക്ക് കലണ്ടറാണ്. പിന്നെ തമിഴ്നാട്ടുകാർ കലണ്ടർ ഉണ്ടാക്കും, അവർക്കും ശരി തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും കലണ്ടർ ഉണ്ടാക്കാം, ഉണ്ടാക്കിക്കോ. അതാണ് എന്താ ഈ പറഞ്ഞതെന്നാണ് വ്യാഖ്യാനിച്ചു വരുന്നത്. പക്ഷേ അവിടെയൊക്കെ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വാൽ 1 എന്നുള്ളത് 3-4 ദിവസങ്ങളാവുണ്ട് ലോകത്ത്. അതേപോലെ തന്നെ റമളാൻ 1 എന്നുള്ളത് 3-4 ദിവസങ്ങളായി മാറുന്നുണ്ട്. ഇത് നോക്കാം. ഇനി സൂറ യൂനുസിന്റെ 5ാം വ്യാഖ്യാനത്തിൽ അമാനി മൗലവി അദ്ദേഹം പറയാണ്, ചന്ദ്രന് പല ഭവനങ്ങളും നിർണയിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വിശദീകരിക്കാം. സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരപഥം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും സൂര്യൻ കാഴ്ചയിൽ എപ്പോഴും പൂർണ്ണ വൃത്താകൃതിയിൽ തന്നെ ദൃശ്യമാകുന്നു. ചന്ദ്രനാകട്ടെ ചാന്ദ്രിക മാസത്തിന്റെ ആരംഭത്തിൽ ആദ്യം അർദ്ധവളയമായി വെളിപ്പെടുന്നു. അപ്പൊ ഇത് എപ്പോഴാ അർദ്ധവളയായിട്ടാ? എപ്പോഴാണ് ചന്ദ്രൻ വരുന്നത്? ആദ്യം. ഇതൊക്കെ അങ്ങനെ ശീലം കൊണ്ട് പറഞ്ഞു പോവാ. ആദ്യം നമ്മുടെ മൗലവിമാരെ ശീലം കൊണ്ട് പറഞ്ഞു പോവാ. എന്നിട്ട് ആദ്യം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ആ ആദ്യത്തേനെ ഇപ്പൊ നിങ്ങള് രണ്ടാമത്തേതായിട്ടാണല്ലോ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റായിട്ടാണല്ലോ പരിഗണിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എന്ന വാക്ക് ഇവിടെ ശീലത്തിന് പറഞ്ഞു പോകുന്നതല്ല. ഇത് ശരിക്കും ആദ്യം തന്നെ ഇനി നോക്ക്. പിന്നീട് നേരെ മറിച്ച് ദിനം തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം 1-2 രാത്രി അപ്രത്യക്ഷമാവുകയും ചെയ്യും.
അമാനുവേല എഴുതുന്ന 965 എഴുതാൻ തുടങ്ങിയതാണിത്. അപ്പൊ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം പറയുകയാണെങ്കിൽ 65 പറഞ്ഞിട്ടുണ്ട് അമാനുവേല. പോകട്ടെ, 80-82 ആയപ്പോഴേക്കും അമാനുവേല എല്ലാ പരിഭാഷ എഴുതി തീർത്തു. പ്രസിദ്ധീകരണം എല്ലാം കഴിഞ്ഞു. അതിന്റെ 2ാം പ്രതി 2 എഡിഷൻ അടക്കം പുറത്തു വന്നു. അപ്പൊ നമ്മള് 80 ഒരു കാലം പിടിക്കാം. അങ്ങനെ 980 അമാനുവേല പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ 2 ദിവസങ്ങളിൽ ചന്ദ്രൻ അപ്രത്യക്ഷമാവുന്നു. മാസം 29 ആണെങ്കിൽ അവസാനത്തെ 2 ദിവസം ഏതാ? 28, 29 കാണൂല. ഇവര് ഈ പ്രഖ്യാപിക്കുന്ന ദിവസം കാണൂല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഇലാ കമ്മിറ്റി ഉണ്ടാക്കിയത് എന്തിനാ? ഈ പ്രഖ്യാപനം നടത്താനോ? എന്ത് അസംബന്ധമാണ്. അതുകൊണ്ട് ചോദിക്കണം, മൗലന്മാരോട് ചോദിക്കണം. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മാസം 30 ഉണ്ടെന്ന് വിചാരിക്കും. മാസം 30 ഉണ്ടെങ്കിൽ അവസാനത്തെ 2 ദിവസം ഏതാ? 29, 30 അല്ലേ? മാസം 29 ഉണ്ടെങ്കിൽ 28, 29. അപ്പൊ ആ ലാസ്റ്റ് 2 ഡേയ്സിൽ പടിഞ്ഞാറോട്ട് പോവാൻ തന്നെ പാടില്ലാന്ന് ഇവർ എഴുതി വെച്ചിരിക്കല്ലേ? അതോ പോയിട്ട് കാര്യമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവസാനത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടാവൂല എന്നാരാ പറഞ്ഞത്? ശാസ്ത്രം പറഞ്ഞു. ആ ശാസ്ത്രം പറഞ്ഞത് അള്ളാന്റെ ആയത്തെടുത്ത് വ്യാഖ്യാനിച്ചിരിക്കുക. ശാസ്ത്രം പറഞ്ഞതും അന്ന് പറഞ്ഞതും ഒന്ന് തന്നെ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുക. എന്നിട്ട് അത് ദുർവ്യാഖ്യാനം, അലിമണിഫാന്റെ ദുർവ്യാഖ്യാനം, ഹിജറ കമ്മിറ്റിയുടെ ദുർവ്യാഖ്യാനം. ഇത് അതാ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് നമ്മൾ എഴുതി വെച്ചതാ. ഇതൊക്കെ ഇദ്ദേഹം വരുന്നതിന്റെ എത്രയോ മുമ്പുള്ളതാണിത്, ഈ രേഖ. ഇനി കേട്ടോ, ഞാൻ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ എന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറച്ചൊന്നും സമയമല്ല. ഇത് നോക്ക്, ഇത് യുവത പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിലെ ഇസ്ലാം 5 വാല്യങ്ങളിൽ അത് കനപ്പെട്ട ഒരു സാഹിത്യം തന്നെയാണ്, സംശയമല്ല. അതില് ഏറ്റവും അവസാനത്തില് അതിൽ പറയുന്നുണ്ട് ചന്ദ്രന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നമ്മൾ പോയാൽ കാണോ ഇല്ല എന്നുള്ളത്. ന്യൂമൂൺ ഉണ്ടായിക്കഴിഞ്ഞ് ചന്ദ്രക്കല രൂപം കൊണ്ടതിന് ശേഷവും അതായത് ന്യൂമൂൺ കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ചന്ദ്രക്കല രൂപപ്പെടുന്നു. അത് ശാസ്ത്രമാണ്, അഥവാ പ്രകൃതി നിയമമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ശാസ്ത്രത്തിന്റെ ചില നിഗമനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. ഇന്നൊന്ന് പറയും, നാളെ ഒന്ന് പറയും. അതുകൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം ഭയങ്കര തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ശാസ്ത്ര സത്യങ്ങളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് പ്രപഞ്ച നിയമത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനാണത്. അതുകൊണ്ട് അത് തട്ടിപ്പല്ല. അത് ഇന്നൊന്ന് നാളെ മറ്റൊന്ന് അങ്ങനെയല്ല. ആരാ അതിന് തർക്കിക്കാം? മൗലവിമാർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ചന്ദ്രക്കല ന്യൂമൂണിന് ശേഷം രൂപപ്പെടുന്നുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ. അങ്ങനെ ചിലപ്പോൾ കാണാൻ സാധിക്കാത്തത്ര നേരിയതായിരിക്കും അത്. അതിനാൽ സൂര്യനിൽ നിന്നും 10 ഡിഗ്രിയെങ്കിലും അകലത്തിൽ ചന്ദ്രൻ എത്തിയിരിക്കണം എന്ന തത്വമാണ് കൂടുതൽ ശരി. അതിൽ എഴുതി വച്ചിരിക്കുന്ന കേട്ടോ, പേജ് 676 ഇസ്ലാം വാള്യം 2 കർമാനുഷ്ഠാനങ്ങൾ എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള പുസ്തകം. എന്നിട്ട് ഇതനുസരിച്ച് സൂര്യനിൽ നിന്ന് 10 ഡിഗ്രി അകലത്തിലെത്താൻ ചന്ദ്രന് 20 മണിക്കൂർ വേണം. സൂര്യാസ്തമനത്തിന് ശേഷം 40 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ടാകണമെന്നർത്ഥം. 40 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ടാകണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത് മുജാഹിദുകളാണ്. ഈ 40 മിനിറ്റുകാരാണ് കണ്ടാൽ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ടിവിയിലും അതേപോലെ തന്നെ പത്രത്തിലും വാർത്ത കൊടുക്കുന്നത്. എന്ത് ചതിയാണ് ഇവർ ചെയ്യുന്നത്? എന്ത് തട്ടിപ്പാണ് ഇവർ ചെയ്യുന്നത്? ഇതൊന്നും സാധാരണക്കാര് അറിയില്ലെന്നോ? അതുകൊണ്ട് സാധാരണക്കാരിൽ അധികം ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല. അവരിത് അറിയിക്കണം. എന്നിട്ട് അവരുടെ മൗലവിമാരുടെ തട്ടിപ്പ് അവർ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് 40 മിനിറ്റ് കഴിയണത്ര. ഇവിടെ നോക്ക്, ഈ തവണത്തെ പിന്നെ ഈ ഒരു കലണ്ടർ, ഈ ഇതാട്ടോ ഷബാബിന്റെ കലണ്ടർ ഞാൻ പിന്നെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഡേറ്റ് ആക്കി എടുത്തോ. നോക്കിക്കോട്ടോ, 9/4/2013 ഇക്കഴിഞ്ഞ മാസമാണ് ഞാൻ പറയുന്നത്. 9/4/2013 ജുമാദുൽ ഊല 28. ആ ജുമാദുൽ ഊല 28 പിന്നെ ഷബാബ് കലണ്ടറില് ജുമാദുൽ ഊല 29/10/4 10/4/29 കൊച്ചിയില് സൂര്യൻ അസ്തമിച്ച് 1 മിനിറ്റാണുള്ളത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കൊച്ചിയിൽ 1 മിനിറ്റേ ഉള്ളൂ.
കോഴിക്കോട് 2 മിനിറ്റ് ഉണ്ട്. 11-ാം തീയതി ജുമാദുൽ ആഖിറ 1-ാം തീയതി അടിച്ചു വെച്ചിരിക്കുന്നു ചങ്ങാന്മാര്. ഇപ്പൊ നമ്മള് വായിച്ച എന്താ? ചക്രവാളത്തിൽ 40 മിനിറ്റെങ്കിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ കാണുള്ളൂ. അങ്ങനെ കണ്ടിട്ട് വേണം മാസം ഉറപ്പിക്കാൻ, അല്ലേ? ഇത് 1 മിനിറ്റ് ഉള്ളൂ, കാണാൻ പറ്റൂല. പക്ഷെ മാസം ഉറപ്പിച്ചിരിക്കാണ്. അഥവാ ഷബാബില് കലണ്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഷബാബ് കലണ്ടർ നോക്കി, ഷബാബ് കലണ്ടറിൽ അങ്ങനെയാണുള്ളത്. സുല്ലമുസ്സലാമിന്റെ കലണ്ടർ നോക്കി, അതിൽ അങ്ങനെയാണുള്ളത്. പ്രബോധനത്തിന്റെ കലണ്ടർ നോക്കി, അതിൽ ഒരു ഡേറ്റ് പിന്നിലാണ്. അഥവാ ഇപ്പോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ റണ്ണിങ്, എല്ലാം ഒരു ദിവസം പുറകിലേക്കാണ് അവര് അടിച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ന്യായവും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വിശദീകരിക്കേണ്ടതാണ്. എന്റെ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ഇതര കമ്മിറ്റി ഉയർത്തിവിടുന്ന ചോദ്യം ഇതാണ്: അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനുവേണ്ടി കുത്തിക്കുറിക്കാൻ ഒരു മനുഷ്യനവിടെ ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവിടെ ഇരിക്കണമല്ലോ. അതിനുവേണ്ടി സമയം കളയാൻ നിങ്ങളോട് അള്ളാ പറഞ്ഞോ, റസൂൽ പറഞ്ഞോ? നേരത്തെ ഇങ്ങനെ മാസം ഒന്നാക്കി പ്രഖ്യാപിക്കാൻ റസൂൽ പറഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് സിവിൽ കലണ്ടർ ഉണ്ടാക്കിക്കോ, വിരോധമില്ലാന്ന് അള്ളാ പറഞ്ഞത്രേ. ഏതായത്തിലാണ് അതുള്ളത്? ആ ആയത്തിൽ എല്ലാ കലണ്ടറും ഹറാമാക്കി ഞാൻ തെളിയിച്ചുതരാം. സിവിൽ കലണ്ടർ ഉണ്ടാക്കാൻ ഹലാലാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ ലോക്കൽ കലണ്ടറുകൾ ഉണ്ടാക്കൽ ഹലാലായിട്ട് വല്ല ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയിക്കാമെങ്കിൽ ആ ഹദീസ് തരൂ. അതേ ആയത്ത് കൊണ്ടും അതേ ഹദീസ് കൊണ്ടും ലോകത്തുള്ള ഒരു കലണ്ടർ, ഗ്ലോബൽ കലണ്ടർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കലണ്ടർ ഉണ്ടാക്കാമെന്ന് അതേ ആയത്ത് കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചു തരാം. അതാണ് ഈ നമ്മളുടെ ബേസ് വാസ്തവത്തിൽ തെറ്റിക്കിടക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇനി നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സൈറ്റിൽ എഴുതിയിട്ടുള്ള ചില സംഗതികൾ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഔദ്യോഗിക സൈറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ, അതിൽ റമദാൻ കർമ്മശാസ്ത്രം പഠിക്കുന്ന വിഷയം ചർച്ച ചെയ്തു വരുന്നുണ്ട്. അതിൽ നോമ്പിന്റെ റമദാൻ വ്രതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇതാണ് മാസപ്പിറവി സ്ഥിരീകരണം. അത് കൊടുത്തോ? ശഅബാൻ മാസം 29-ന്റെ സൂര്യാസ്തമയത്തെ തുടർന്ന് വിശ്വസ്തനായ ഒരാളെങ്കിലും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയചന്ദ്രനെ, മണ്ടത്തരം നോക്ക്, ഉദയചന്ദ്രനെ കാണുകയോ അന്ന് ചന്ദ്രനെ കാണാതെ ശഅബാൻ മാസം 30 ദിവസം പൂർത്തിയാവുകയോ ചെയ്യുന്നതിലൂടെയാണ് റമദാൻ മാസം തുടങ്ങിയതായി സ്ഥിരീകരിക്കുന്നത്. പോരെ പോലും നോക്ക്. അപ്പൊ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയചന്ദ്രൻ എന്നാ പറയുന്നത്. ഇദ്ദേഹം വളരെ ഗംഭീരമായിട്ട് മലയാളത്തിൽ ശാസ്ത്രം എഴുതിയിട്ടുള്ള പുസ്തകമാട്ടോ, അതുകൂടി പറയണം. ഈ പുസ്തകത്തിന്റെ പകുതി ഇദ്ദേഹം അനുവദിക്കുമെങ്കിൽ ചെറിയ ചില്ലറ ചില നീക്കുപോക്കുകൾ നടത്തി ഹിജ്റ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നതാണ്. കാരണം എന്താ? വളരെ ക്ലിയർ ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ആ പേജ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്തോ ബുദ്ധി മറിഞ്ഞു പോയിരിക്കണം. അദ്ദേഹം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് കേട്ടോ, ഈ പുസ്തകത്തിൽ ആ അബദ്ധമൊക്കെ തുടക്കം തന്നെ, ഇത് പേജ് അധികമൊന്നും മറിക്കണ്ട, ഇത് കേട്ടോ. ചന്ദ്രോദയം നടക്കുക എന്നത് മാത്രമല്ല, അത് ദൃശ്യമാവുക എന്നതുകൂടി ഈ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ നിദാനം. അപ്പൊ ഇത് കണ്ണുകൊണ്ട് കാണല് ഇബാദത്താണ്, അത് താക്കുതി അനുഷ്ഠാനപരമായ ഇബാദത്താണെന്നാണ് മൂപ്പര് വാദിച്ചിരിക്കുന്നത്. കാണണം എന്നുള്ളത് അനുഷ്ഠാനപരമായ ഇബാദത്താണെന്നാണ് ഇതില്. ഏത്? ചന്ദ്രോദയം, പടിഞ്ഞാറ് ചന്ദ്രൻ ഉദിക്കുന്നു എന്ന് മൗലവിമാർ ഇപ്പോഴും എഴുതിവിടുന്നു. ഇത് തിരുത്തണം. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. എങ്ങനെയെങ്കിലും തിരുത്തട്ടെ, തിരുത്തിയിട്ട് ക്രെഡിറ്റ് നമുക്കല്ല വേണ്ട. ആരും അറിയാതെ തിരുത്ത് നടന്നോട്ടെ, ആരും അറിയാതെ തിരുത്ത് നടക്കട്ടെ. ഇനി ക്ഷീണം വേണ്ട, അഭിമാനം പോയെന്ന് പറയണ്ട. പക്ഷെ ഇത് എഴുതി വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ ചീത്ത പറയുമ്പോ ഇത് മനസ്സിലാക്കി കൊടുക്കാതെ നിർവാഹമല്ല. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോ ലേശ അഭിമാനത്തിന് ക്ഷതം തട്ടിയാൽ അതിനെ ലക്ഷ്യമാക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, ഇത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, അല്ലാതെ അവരുടെ അഭിമാനത്തിനെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല. ഇനി നോക്ക്, ഉദയസ്ഥാന വ്യത്യാസം വളരെ ഗംഭീരമായ ഒരാശയമാണ് ഇതിൽ അവർ എഴുതുന്നത്. ഇനി നോക്ക്,
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ. ഈ ഉദയസ്ഥാന വ്യത്യാസത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഈ ആളുകളൊക്കെ വാദിച്ചിട്ടുള്ളത് ഈ വ്യത്യാസം പരിഗണിക്കണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ അടിസ്ഥാനം അത് തന്നെയാണ് എന്നാണ് കേട്ടോ വാദിക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ, അതിന്റെ സത്യത എത്രയുണ്ട്, അത് അവലംബിക്കാൻ പറ്റുമില്ല എന്നുള്ളത് വേറെ ചർച്ചയാണ്. നമ്മളതൊക്കെ ചർച്ച ചെയ്ത് പഠിക്കണം. ഇനി നോക്കൂ, ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ മറ്റു പ്രദേശത്തുകാർക്കും നോമ്പ് നിർബന്ധമാണ്. ഉദയസ്ഥാന വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ട് എന്ത് ഗുണം കിട്ടി? ഇത് സൈറ്റിൽ എഴുതാൻ പറ്റി. ഈ ചങ്ങാതിമാര് ഇന്നോളം അത് പ്രയോഗത്തിൽ വരുത്തില്ല. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയണ എന്താ, എവിടെയെങ്കിലും കണ്ടാൽ മതി ലോകത്തൊട്ടാകെ എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ശരി, എന്നാ കൂട്ടരെ നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ പിന്നാലെ നിൽക്കണ്ടേ? അതാണ് സത്യം എന്ന് നിങ്ങൾ എഴുതി വിട്ട സ്ഥിതിക്ക് കേരളത്തിലെ ഈ ഹിലാൽ കമ്മിറ്റിയുടെ വാലും തൂങ്ങി നിൽക്കണോ? അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിക്ക് ഓപ്പോസിറ്റ് നിൽക്കണ ബലാൽ കമ്മിറ്റിയുടെ വാലും തൂങ്ങി നിൽക്കണോ? വേണ്ടല്ലോ. അവർക്ക് സ്വതന്ത്രമായിട്ട് ഈ അഭിപ്രായത്തിൽ നിന്നൂടെ. പക്ഷെ നിന്നില്ല. ഇനി കേട്ടോ, എന്നാൽ ഷാഫിഈ ഹനഫി പക്ഷവർ നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ അത് അവർക്കും അടുത്ത പ്രദേശത്തവർക്കും മാത്രമേ ബാധകമാകുള്ളൂ എന്നാ പറയുന്നു. വേഗം ചുരുക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഞാനപ്പോ പറഞ്ഞു വന്നത് ജമാഅത്തിന്റെ ഔദ്യോഗിക സൈറ്റിൽ അവർ എഴുതിയതാണ്. ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ മറ്റു പ്രദേശത്തുകാർക്ക് നോമ്പ് നിർബന്ധമാണ്. ഉദയസ്ഥാന വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഇവിടെ വെളിപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പല ആളുകളും അംഗീകരിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കണ്ടാൽ മതി, ലോകം മുഴുവൻ അത് മാസമാറ്റത്തിന്റെ തന്നെ പ്രാരംഭമായി പരിഗണിക്കണം. എവിടെയെങ്കിലും അവസാനിച്ചാൽ അതും ലോകത്ത് ഒട്ടാകെ മാസം അവസാനിച്ചതായി പരിഗണിക്കണം എന്ന് പറയുന്ന ആ തത്വം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതാരാ എഴുതിവിടുന്നത് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. പക്ഷെ അവര് ഇത് എഴുതി വിട്ടു എങ്കിലും പക്ഷെ ഈ സത്യം ഉൾക്കൊണ്ട് ഒരു പ്രയോഗവൽക്കരണം വേണമല്ലോ. ആ പ്രയോഗവൽക്കരണത്തിൽ അവർ പരാജയപ്പെട്ടു. അഥവാ അവര് ഈ പറയുന്നത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് അവർക്കില്ലാതെ പോയി. ഇനി അവർ പറയുന്നത് കേട്ടോ, മാസപ്പിറവി കണ്ടതായി ഉത്തരവാദപ്പെട്ടവർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ട ആൾ നോമ്പനുഷ്ഠിക്കണമെന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ അഭിപ്രായപ്പെടുന്നത്. കേട്ടോ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഇവിടെ ഉള്ള കുറെ കമ്മിറ്റികളുണ്ടല്ലോ. ഹിലാൽ കമ്മിറ്റി ഉണ്ട്, സംയുക്ത കമ്മിറ്റിമാരുണ്ട്. ഈ കമ്മിറ്റി 2 ഹിലാൽ കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ കമ്മിറ്റി ഉണ്ട്. എന്താണ്, തിരുവനന്തപുരത്തെ പാളയം പള്ളിയിലെ കമ്മിറ്റി വേറെയാണ്. അങ്ങനെ ഈ കമ്മിറ്റിമാരൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ട ആൾക്ക് നോമ്പനുഷ്ഠിക്കാം ഒറ്റക്ക്. അങ്ങനെ ഒറ്റക്ക് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാളെ എന്ത് ചെയ്യും? ഭിന്നതാവാദി അല്ലെങ്കിൽ ഗ്രൂപ്പുകാരൻ, ഒറ്റപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തും. പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് അവര് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പൊ വാസ്തവത്തിൽ എന്താ പുതിയതായിട്ടുണ്ടായത്? ഹിജ്റ കമ്മിറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ പുസ്തകങ്ങളിൽ, ഇതിനെ എതിർക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, വിശുദ്ധ ഖുർആനിലെ അർ-റഹ്മാൻ 55-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യാണത്. എല്ലാവർക്കും അറിയാവുന്ന അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തില് നമ്മുടെ തഫ്ഹീമുൽ ഖുർആനില് മൗദൂദി സാഹിബ് എഴുതിയിട്ടുള്ള ആ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഞാൻ സൂചിപ്പിക്കാം. അതായത് ഈ മഹാഗോളങ്ങൾ സുഭദ്രമായ നിയമങ്ങളാലും
അലംഘനീയമായ വ്യവസ്ഥയാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെ ഉദയാസ്തമനങ്ങൾക്കും വ്യത്യസ്ത മണ്ഡലങ്ങളിലൂടെയുള്ള കടന്നുപോക്കിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ട് മാത്രം മനുഷ്യൻ സമയവും ദിനരാത്രങ്ങളും തീയതികളും ഋതുഭേദങ്ങളും ഗണിക്കാൻ പ്രാപ്തനായി. എത്ര ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതെന്നറിയും. അശംസു അൽ ഖമറു ബി ഹുസ്ബാൻ എന്ന ഈ ആയത്തിനെ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് രാത്രി പകല് അതേപോലെ തീയതി ഋതുഭേദങ്ങൾ ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ, കാൽക്കുലേറ്റ് ആൻഡ് മെഷർ, അതിന് വാസ്തവത്തിൽ സാധ്യമാകുന്നുണ്ട്. ഇനി തീർന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞു വന്നിട്ട് ലൈഫ് പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഹാർമണി ദാറ്റ് ഹാസ് ബീൻ established between the movements of the moon around the earth and the sun has made the moon a universal calendar. അദ്ദേഹം പറയാം, ഇതേപോലെ ഭൂമിയുടെയും സൂര്യന്റെയും ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനങ്ങൾക്കിടയിൽ ഏറ്റവും ശരിയായ ബന്ധവും പൊരുത്തവും നിലനിർത്തപ്പെട്ടിരിക്കുന്നു. അത് ചന്ദ്രനെ ഒരു ആഗോള കലണ്ടറാക്കി തീർത്തിരിക്കുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള രാത്രി തോറും അത് മുഴു ലോകത്തിനും ചന്ദ്രമാസ തീയതികൾ ഏറ്റവും കൃത്യമായി വിളംബരം ചെയ്യുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഹിജ്റ കമ്മിറ്റി ഈ കേരളത്തിൽ പ്രസന്റ് ചെയ്യുന്ന മെസ്സേജ്. ആ മെസ്സേജ് ഇത്രയും ഭംഗിയായിട്ട് എത്രയോ നേരത്തെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഈ സംഗതികളൊന്നും വില വെക്കാൻ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്നാലെ നിൽക്കുന്ന പണ്ഡിത സഭകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം. വാസ്തവത്തിൽ ഞാൻ നേരത്തെ വായിച്ചല്ലോ, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക്, അതായത് മുജാഹിദുകളിലെ ഇരുവിഭാഗങ്ങളോ മൂവിഭാഗങ്ങളോ ഇനി അതല്ല ചതുർവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ വിഭാഗങ്ങൾക്കെല്ലാം യോജിക്കാവുന്ന സംഗതികളാണ് വാസ്തവത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാല്, ഇത് നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസം വന്ന സന്ദർഭത്തെ സംബന്ധിച്ച് ഒരു താബിഈയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം വിശദീകരിക്കാം. അദ്ദേഹത്തിന്റെ പേര് അബൂ ഉബൈദ് മൗല ഇബ്നു അസ്ഹർ. ഇബ്നു അസ്ഹറിന്റെ അയാൾ മോചിപ്പിച്ച അബൂ ഉബൈദ് എന്ന് പറയുന്ന കക്ഷി അന്നഹു ഷഹീദൽ ഈദ യൗമൽ അദ്ഹ മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫസല്ല ഖബ്ല അൽ ഖുത്ബ സുമ്മ ഖതബ നാസ്. ഇങ്ങനെ ആ വിഷയം പറയുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം പിന്നെ വെള്ളിയാഴ്ചയിലും അതേപോലെ തന്നെ ബലിപെരുന്നാളും കൂടി ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹം പങ്കെടുത്തു. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും അതേപോലെ ഒരു സംഭവം ഉണ്ടായി. പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും അദ്ദേഹം ഖുത്ബ ശ്രദ്ധിച്ചു. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നു. അപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന നിലയിൽ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയിലെ ജുമുഅക്ക് ഇളവ് നൽകി. ഏത് നമസ്കാരം പ്രാധാന്യത്തോടു കൂടി നിസ്കരിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു സംഭവം നടന്നതായി സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന സഹാബി വിശദീകരിക്കുന്നുണ്ട്. മുആവിയ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, അൽ ഷഹീദൽ ഈദ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുമുഅ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജുമുഅ ദിവസം പെരുന്നാളിന് താങ്കൾ സാക്ഷിയായിട്ടുണ്ടോ? ഖാല നഅം, അതെ സാക്ഷിയായിട്ടുണ്ട്. സ്വല്ലൽ ഈദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഈദ് നമസ്കരിച്ചു. സുമ്മത്തൽ ജുമുഅ, പിന്നീട് ജുമുഅക്ക് വന്നു. അതാ ഒരു റിപ്പോർട്ട്. വേറൊരു റിപ്പോർട്ടിൽ കൈമക്കാനെ അസ്നാവ് എങ്ങനെയായിരുന്നു അത് എന്ന്
ചോദിച്ചപ്പോ ജുമാ നമസ്കാരത്തിന് ഇളവ് കൊടുത്തു എന്നാ പറയുന്നത്. നോക്കട്ടോ, പെരുന്നാൾ നമസ്കാരം സുന്നത്താണെന്ന് പറഞ്ഞ എങ്ങായിമാരാ അവരിത് കാണാതെ പോകുമോ? ഞാൻ ചോദിക്കുന്ന അതാ. പെരുന്നാൾ നമസ്കാരം സുന്നത്താണത്രേ. എന്നിട്ട് ഇവിടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ? ഇത് ഈ റിപ്പോർട്ടിന്റെ ന്യൂനതയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ റസൂല് പിന്നെ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു, ജുമുഅക്ക് ഇളവ് കൊടുത്തു. അപ്പോ ജുമുഅ നമസ്കാരത്തിന് ഇളവ് കൊടുത്ത് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു എന്ന് പറയുമ്പോ എന്തായാലും നമ്മൾ ഈ പറയുന്ന ചുന്നത്തല്ലാത്ത ആ ചുന്നത്തിനേക്കാൾ ഒരു പടി മേലെയാണ് ഈ സാധനം നിൽക്കുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഞാൻ കണ്ട ഒരു സംഗതി വെളിപ്പെടുത്താതിരിക്കുന്നില്ല കേട്ടോ. എന്താ കേട്ടത്? ഇയാസ് ബിൻ അബീ റംല എന്ന് പറയുന്ന ഒരാളും ഇസ്രായേൽ എന്ന് പറയുന്ന വേറൊരാള് ഇതിന് സനദിലുണ്ട്. ഈ കക്ഷികളിലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ദഈഫ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ തോർക്കല്ലേ. ഇയാസ് ബിൻ അബീ റംല ഷാമി എന്ന് പറയുന്ന കക്ഷിയെ സംബന്ധിച്ച് അയാൾ മജ്ഹൂലാണെന്നാ പറയുന്നത്. പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ദാവൂദ്, ഹാക്കിം, ബൈഹഖി, തബറാനി, ബസ്സാർ, ഇബ്നു ഖുസൈമ, നസായി ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇത് കയറിക്കൂടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇതിന് വേറെ വഴിയിലൂടെ ഇതേ ആശയം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ആ വേറെ വഴിയിലെ ഒരു വഴിയാണ് ഞാൻ ആദ്യത്തെ 3 ഞാൻ പറഞ്ഞത്. ഉമറിന്റെ പിന്നിലും ഉസ്മാന്റെ പിന്നിലും അലിയുടെ പിന്നിലും ഒരാൾ നിസ്കരിച്ചു. അപ്പൊ ആ നിസ്കരിച്ചതല്ല ഇവിടെ തെളിവ്. അവർ മുഹമ്മദ് നബിയിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെയാണെന്ന് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു. അതാ തെളിവ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് സ്വഹീഹാണെന്ന് അൽബാനി പറഞ്ഞിരിക്കുന്നു. അതായത് ആധുനിക ഹദീസ് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള മഹാനായ അൽബാനി ഈ ഹദീസ് സഹീഹാക്കിയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഹദീസ് സഹീഹാക്കുക. അപ്പൊ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെള്ളിയാഴ്ചയിൽ പെരുന്നാൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വിഷയം കൂടുതലായിട്ട് സെർച്ച് ചെയ്യാതിരിക്കാട്ടോ. സെർച്ച് ചെയ്തതിൽ 1-2 കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ബഹുമാന്യനായ അലി മനിഫാനോട് ഞാനിത് ചോദിച്ചു. അദ്ദേഹം ഇതേപോലെ 1-ലധികം അവസരങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെർച്ച് ചെയ്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയം കണ്ടെത്തിയ ഒരു വിഷയം പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഹിജ്റ 3-ാം വർഷം എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോട്ടോ. ഹിജ്റ 3-ാം വർഷം അതായത് AD 625 മാർച്ച് 15-ാം തീയതി ശവ്വാൽ 1 വെള്ളിയാഴ്ചയായിരുന്നു. അത് നമുക്ക് ഇപ്പോ ഹുസ്ബാൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവാം. ഒരു കണക്കുണ്ടാക്കുന്നത് എന്തിനാ? മുന്നോട്ടുള്ള കണക്ക് മാത്രം കിട്ടാനല്ല. അതായത് AD 625 മാർച്ച് 15-ാം തീയതി അത് വെള്ളിയാഴ്ച ആയിരുന്നു എന്നാണ് കിട്ടുന്നത്. ഇപ്പൊ മാർച്ച് 14-ാം തീയതി വ്യാഴാഴ്ച ന്യൂമോണാണ്. നമ്മുടെ ഈ ചങ്ങാതിമാരെ പുസ്തകം എഴുതിയിട്ടുള്ളത് ന്യൂമോണിന്റെ പിറ്റേ ഡേറ്റ് ഉണ്ടല്ലോ, ആ പിറ്റേ ഡേറ്റില് നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ തൊട്ടിട്ടേ ഇല്ല എന്നാണ് വാദം. അത് പൊളിഞ്ഞു എന്നർത്ഥം. അതാ ഞാൻ ഈ പറയുന്നത്. അത് ഇതോടെ പൊളിഞ്ഞിരിക്കുക. കാരണം ഈ കണക്ക് നമ്മള് ബാക്കിലേക്ക് അങ്ങനെ കൊണ്ടുപോയാൽ 14-ാം തീയതി വ്യാഴം ന്യൂമൂൺ ദിവസമാണ്. അന്ന് റമദാൻ 29 അന്ന് മക്കയിലെ സൂര്യ ചന്ദ്രന്മാരുടെ ഉദയാസ്തമയങ്ങളും കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. അന്ന് മക്കയില് സൂര്യ ഉദയം 6:29, അസ്തമയം 18:31, അതായത് 6:31 അസ്തമയം. ചന്ദ്രോദയം 6:42, അസ്തമയം 6:48. അപ്പൊ അസ്തമയം 6:48, സൂര്യന്റെ അസ്തമയം 6:31. എത്ര മിനിറ്റ് ഉണ്ട്? 17 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്. പക്ഷെ ഡേ അതാണ്, ന്യൂമൂൺ ഡേ ആണ്. ന്യൂമൂൺ ഡേല് കാണൂല. 17 മിനിറ്റ് ഉണ്ടായാൽ കാണൂല. എല്ലാം നമ്മൾ എഴുതി വെച്ചിരിക്കാം. പക്ഷേ വെള്ളിയാഴ്ച
ശവ്വാൽ 1 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കണക്ക് പ്രകാരവും നമ്മുടെ ന്യൂമൂൺ സിദ്ധാന്തം എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആളുകള്. ആ കളിയാക്കൽ സത്യത്തിൽ ശരിയായി വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പ്രയാസമില്ല. അപ്പൊ വളരെ പ്രധാനമെന്ന് എനിക്ക് തോന്നിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് ക്രോഡീകരിച്ച് അവസാനിപ്പിക്കാം. 1, വിശുദ്ധ ഖുർആൻ എന്തായാലും ബേസാണ്. ഈ ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. അതിൽ ഇനി ഒരാളും തർക്കിക്കാൻ പാടില്ല. അതായത് ന്യൂമൂണിന്റെ വിഷയം പിന്നെ മാസപ്പിറവിയുടെ വിഷയം പറയുമ്പോ നിങ്ങളെന്താ നേരെ തന്നെ ഹദീസിലേക്ക് പിന്നെ ഖുർആനിലേക്ക് പോകുന്നത്? ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ആലോചിച്ചോക്കെ. ഈ നാട്ടിലെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ വക്താക്കളെ നന്നാക്കാൻ വേണ്ടി ഖുർആൻ ഹദീസ് അങ്ങനെ പറഞ്ഞു കൊടുത്ത മൗലവിമാരിൽ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഖുർആനിലേക്ക് പോണെന്താ? ചോദിക്കുന്ന ചോദ്യം. ആദ്യം തന്നെ ഖുർആനിലേക്ക് പോണെന്താ? ഇവിടെ ഹദീസ് ഉണ്ടല്ലോ, സൂമുനി റുഅ്യത്ത് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ ആയത്തിന് വിശദീകരിച്ചിട്ടല്ലേ ഹദീസ് വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ഓതുമ്പോ ഇപ്പൊ എന്തോ ഒരു പിടികിട്ടായിക, അതായത് ഖുർആനിനെ ഒരു പിടിവള്ളിയാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉള്ളതുപോലെ ഈ പരാമർശത്തിൽ നിന്ന് വന്നുകൂടുന്നു. ഖുർആനിൽ പിന്നെ മനാസിലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേലമ്പുറയിലെ സംവാദം ഞാൻ ഈ പോരുന്നതിന്റെ മുമ്പ് അതിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് കണ്ടു. ചേലമ്പുറയിലെ സംവാദം അതിന്റെ ആദ്യ ഭാഗം കണ്ടു. അപ്പോ എന്റെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന, അദ്ദേഹം അറിയുന്നുണ്ടോ രണ്ടാമത് നോക്കിയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറയാണ്, മനാസിലേക്ക് പോകാൻ റസൂൽ പറഞ്ഞിട്ടില്ല. മനാസിൽ നോക്കാൻ റസൂൽ പറഞ്ഞിട്ടില്ല. ആ ഭാഷ നമ്മുടെ പിന്നെ ഹമീദ് മദീനിയും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വരമൊഴിയായി എഴുതി വെച്ചിട്ടുണ്ട്. മനാസിൽ നോക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എന്തോ പച്ച കള്ളം. പക്ഷെ ഇവര് കള്ളം പറഞ്ഞതല്ല. അവര് കള്ളം പറഞ്ഞെന്ന് ഞാൻ പറയണില്ല. കാരണം അറിയാതെ വന്നു പോകുന്നതാണ്. ഒരു സംഗതിയെ നിഷേധിക്കുമ്പോ ആ നിഷേധത്തിൽ അറിയാതെ കയറിപ്പോകുന്നതാണ്. പക്ഷേ ശരിക്കും അത് പഠിക്കണമല്ലോ. ഖമറുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെല്ലാം നമ്മുടെ മതപണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുന്നതില് വൽ ഖമറ ഖദ്ദർനാഹു മനാസില അത് ഉദ്ധരിച്ചു. അത് ഉദ്ധരിക്കണം. ഉദ്ധരിക്കാതെ ഒരാൾക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പച്ചയായി പറഞ്ഞ യാഥാർത്ഥ്യം. അതിനെയൊക്കെ വിശദീകരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതപണ്ഡിതന്മാർ ഇത് ചന്ദ്രന്റെ അതത് ദിവസത്തിലെ തീയതികൾ നമ്മൾ അറിയിച്ചായിരുന്നു. അതിന് മൗദൂദി കുറച്ചുകൂടി കഠിനായിട്ട് എനിക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കും, സംശയമില്ല. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറയാം, ഇന്ന ദിവസത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് മുൻകൂട്ടി നമുക്ക് എന്ന് പറയാൻ സാധിക്കുമാറ് അല്ലാഹു ഈ കണക്കുകൾ കൃത്യമാക്കിയിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത്ര കണിശായിട്ട് അമാനിമൗലവി പോലും അത്രയും കണിശായിട്ട് എഴുതിയിട്ടില്ല. അമാനിവരെ എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയ ഇതേപോലെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും മൗദൂദിയുടെ വിശദീകരണം ഗ്രാൻഡ് വിശദീകരണമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ ബഹുമാന്യനായ അലിപണിക്കാൻ പോലും അദ്ദേഹത്തിന്റെ 7 ആയത്ത് കുല മൗദൂദി സ്ഥാനങ്ങള് അത്രയ്ക്ക് കണിശായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അർത്ഥം. അപ്പൊ പോകട്ടെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ ഈ സാഹിത്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിങ്ങളുടെ മതസാഹിത്യങ്ങളിൽ മുൻകാലഘട്ടങ്ങളിൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി നാം ഉയർത്തിവിട്ടിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് ഹിജ്റ ഹിലാൽ കമ്മിറ്റിയുടെ മെസ്സേജായി,
പിൽക്കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സംശയവും വേണ്ട, ഇതിലൊരു ഒത്തുകളിയുമില്ല എന്ന് ഞാൻ തീർച്ചയാക്കി പറയുകയാണ്. ഇനി എന്റെ മുമ്പിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വിഷയം ഇങ്ങനെ ഒന്നും പഠിച്ചാൽ പോരാ. ചടഞ്ഞിരുന്ന് ഏതെല്ലാം വഴിയിലൂടെ നമ്മളിത് മനസ്സിലാക്കാൻ സാധിക്കുമ്പോ ആ നിലയിലല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഖുർആനിലെ ആയത്തുകളെ ഷോക്കേസിൽ വെക്കാതെ പ്രത്യേകം അത് പറയാം. ഷോക്കേസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോക്കേസിന് നമ്മൾ സാധാരണ അലങ്കാരത്തിന് വേണ്ടി കുറെ സാധനങ്ങൾ, ട്രോഫി എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ശൈലി തന്നെ അറിയാം. ട്രോഫി വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ശൈലി ഉണ്ട്, നിങ്ങൾ കേട്ടോ. ട്രോഫി വൈഫ് മനസ്സിലായി പറയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ അറിയാവുന്ന ട്രോഫി വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ശൈലിയുണ്ട്. അതെന്താണെന്നറിയോ? ഇതിന്റെ അതായത് പ്രായം കൂടിയ ഒരാൾക്ക് ചെറുപ്പക്കാരിയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടാകുമ്പോ അതിന് ഇംഗ്ലീഷുകാര് ശൈലിയിൽ പറയുന്ന ട്രോഫി വൈഫാണ്. പ്രായം കൂടിയ ഈ മനുഷ്യന് ഈ ട്രോഫി കൊണ്ട് ഒരു കാര്യമില്ലാന്ന് അർത്ഥം. ഞാൻ ആ ട്രോഫി അത് ഞാൻ ഉദാഹരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നമ്മള് ഷോക്കേസിൽ വെക്കാനുള്ള ട്രോഫി ആക്കുകയോ അല്ലെങ്കിൽ കിളവന്മാർക്ക് ചെറുപ്പക്കാരിയായിട്ട് വരുന്ന ട്രോഫി വൈഫായിട്ട് നമ്മൾ ഈ ആയത്തുകളെ മാറ്റരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സംരംഭം ആത്മാർത്ഥതാപൂർവം നമ്മുടെ പഠനം അതേപോലെ ഇതിന്റെ പ്രചാരണം അത് നടക്കേണ്ടത് ആവശ്യമാണ്. സാധാരണക്കാരെ ഈ നിലയിൽ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. മതപണ്ഡിതന്മാരുമായി നമ്മളെ സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. അവരോട് തല്ലിപ്പള്ളി ഉണ്ടാക്കാനല്ല ഈ പറയുന്നത്. അവരെ വിഷയത്തിൽ നമ്മൾ വിഷയത്തിലേക്ക് അവരെ ഇറക്കണം നമ്മൾ. അതായത് നീന്താൻ അറിയാത്ത ഒരാളെ വെള്ളത്തിലേക്ക് പിടിച്ചിട്ട് ഒരു തള്ളങ്ങൾ തള്ളിക്കഴിയുമ്പോ അയാള് വെള്ളം കുറെ അങ്ങോട്ട് കുടിക്കുമല്ലോ. അന്നത്തെ ദിവസം ആരെങ്കിലും ഒരാൾ പിടിച്ചു വെച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തോന്നുന്നു നീന്തലൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ ആളുകൾ നീന്തലൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നിപ്പിക്കാൻ നിങ്ങളുടെ നാടുകളിലെ മൗലവിമാരോട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.